ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ശുഭദിനം നേരുന്നു. മാർക്കറ്റ് 3 ദിവസം അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച അവധിയാണ്. അപ്പോൾ 3 ദിവസം മാത്രമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത്. അടുത്ത ആഴ്ചയും ഇതേ രീതി തന്നെയാണ്. അടുത്ത വെള്ളിയാഴ്ച മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഏപ്രിൽ മാസം ഇനി വർക്കിംഗ് ഡേ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 ദിവസത്തെ വർക്കിംഗ് ഡേ മാത്രമാണ് ഉള്ളത്. മാർക്കറ്റ് ഡേയ്സ് ആണ് ഉള്ളത്. യു എസിൽ നിന്ന് പുതിയ വാർത്ത, ഓട്ടോ സെക്ടറേഴ്സിന് എല്ലാം തന്നെ ട്രംപ് താരിഫുകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്തേക്കാമെന്നുള്ള വാർത്തകൾ. ടൊയോട്ട പോലെയുള്ള ഏഷ്യൻ മേഖലയിലുള്ള ഓട്ടോമൊബൈൽ സെക്ടർ ഇന്ന് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തുന്നുണ്ട്. എന്നാൽ യു എസ് ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവായ രീതിയിലാണ്. യു എസ് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാൻ ഏറ്റവും താഴെ കാണാൻ ഇന്നലെ യു എസ് വിക്സ് 17% ഫോളായി 27 എന്ന നിലയിലും, നാസ്ഡാക്കും ഡോയും അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിലാണ് നിലകൊള്ളുന്നത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ കാണാം, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് ഫ്യൂച്ചറാണ്, ഫ്ലാറ്റാണ്. എന്നാൽ അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 84,000 എന്ന റേഞ്ചിലും, ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് 32,013 എന്ന നിലയിലും എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗോൾഡ് അതിശക്തമായിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങുകളൊന്നും തന്നെ കാണാതെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും വളരെ വിചിത്രമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രസ്താവനകൾ കാരണം മാർക്കറ്റ് വലിയ തോതിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഡെറിവേറ്റീവിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ തോതിൽ റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ബയേഴ്സിനെ സംബന്ധിച്ചും വളരെയധികം കോസ്റ്റ്ലിയാണ്. ഈ വിക്സ് ഉയർന്നത് കൊണ്ട് അറ്റ് ദ മണി തന്നെ ബൈ ചെയ്യാൻ ഏകദേശം ഒരു 15,000-16,000 രൂപയുടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിലകൊള്ളുന്നത്. ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകളുണ്ട്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. ആദ്യമായിട്ടുള്ളത് ഗെയിലിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഗെയിൽ US LNG കമ്പനിയുടെ ഏകദേശം 25% സ്റ്റേക്ക് അക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോ എഡ്ജ്, നോക്കിരി, ജീവൻ ശാന്തി എന്ന് തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ മാതൃ കമ്പനിയാണ് ഇൻഫോ എഡ്ജ്. അപ്പോൾ അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട് ഇൻഫോ എഡ്ജിനെ സംബന്ധിച്ച്. അശോക ബിൽഡ്കോൺ കമ്പനിക്ക് 569 കോടി രൂപയുടെ ഓർഡർ സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഹാവൽസ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഗോൾഡി സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട്. ടാറ്റ പവർ കമ്പനി 200 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് NTPCയുടെ ഭാഗത്ത് നിന്ന് ടാറ്റ പവറിന് ലഭിച്ചു എന്നുള്ള വാർത്തയുണ്ട്. റിലയൻസ് നാരായണ ഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അഡീഷണൽ 10% സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. IT കമ്പനിയായിട്ടുള്ള HCL ടെക് അവർ ഗൂഗിൾ ക്ലൗഡ് പാർട്ണറായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. സൈഡസ് ലൈഫ് എന്ന് പറയുന്ന ഫാർമ കമ്പനിയുടെ പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അഹ്ലുവാലിയ കോൺട്രാക്റ്റ് കമ്പനി, ഇവർക്ക് ഒരു പുതിയ വർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പുതിയ കൺസ്ട്രക്ഷൻ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ഓറബിൻഡോ ഫാർമ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി പുതിയ മെഡിസിന് അംഗീകാരം കൊടുത്തു. ഐക്കോൺ കമ്പനി 127 കോടി രൂപയുടെ ഓർഡർ അവർക്ക് കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഉള്ളത്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് ഗ്ലോബൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ് ഈ ഒരാഴ്ച. അതെന്താണെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓരോ രാജ്യങ്ങളുടെയും ഈവൻറ്റുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ഇന്ത്യയുടെ WP ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്നും, നാളെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, അതുപോലെ തന്നെ US നിന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. ഈ ഒരാഴ്ചയിൽ UK ഇൻഫ്ലേഷൻ, ചൈനയുടെ GDP, യൂറോസോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നിവയാണ് പ്രധാന ഈവൻറ്റുകളുള്ളത്. വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ കാരണം ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം അവധിയാണ്. അപ്പോൾ ഈ ഈവൻറ്റുകളും ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഈ ഈവൻറ്റിനും വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് പറ്റും.
അപ്പോൾ ഇത് നമ്മുടെ ട്രേഡ്ബഡി ടാബിലുണ്ട്, ചെക്ക് ചെയ്യാൻ. കൂടാതെ തന്നെ റിസൾട്ടാണ് ഈ ഒരു ആഴ്ചയിൽ ഇൻഫോസിസും ICICI ബാങ്കും HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസിനെല്ലാം തന്നെ റിസൾട്ട് ഉണ്ട്. അതും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാം. വൈകിട്ട് കാണാം. താങ്ക് യു.